ഹായ് ഗായ്സ്, അപ്പോൾ വീണ്ടും ഒരു സ്റ്റഡി വ്ലോഗ് തന്നെയാണ്. ഞാൻ ഈ കണ്ടൻറ് അങ്ങ് തുടർന്ന് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇനി ലോങ് വീഡിയോസിൽ ഇത് മാത്രമേ കാണുള്ളൂ എന്ന് ഞാൻ ഇവിടെ വെച്ച് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു എനിക്കിത് ചെയ്യാൻ അത്യാവശ്യം എളുപ്പമാണ്. പഠിക്കുന്നതിൻ്റെ ഇടയിൽ റെക്കോർഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് അത്യാവശ്യം ബുദ്ധിമുട്ടാണെങ്കിലും ബാക്കിയുള്ള കണ്ടൻറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഇപ്പോൾ എനിക്ക് പ്രാക്ടിക്കലായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ലോങ് വീഡിയോസിൽ എന്തായാലും ഇത് തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. വേറെ ചാൻസ് കുറവാണ്. കൂടുതലായിട്ടും സ്റ്റഡി വ്ളോഗ്സ് ആയിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്റ്റഡി റിലേറ്റഡ് കണ്ടൻറ്റ്സ് ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ സോഷ്യൽ സയൻസ് ആണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് ഞാൻ പഠിക്കുന്നത് എക്കണോമിക്സ് ആണെന്ന് തോന്നുന്നു. അതെ, എക്കണോമിക്സ് ആണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ 1 റിവൈസ് ചെയ്യുകയാണ്. MCQs എന്തോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ MCQs അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ ബുക്കാണ്, ഒരു സ്റ്റഡി മെറ്റീരിയലാണ് സ്കൂളിൽ നിന്ന് കിട്ടിയത്. അത് 2 വർഷം പഴക്കമുള്ളതാണിത്. പക്ഷേ ഈ വർഷത്തെ സ്റ്റഡി മെറ്റീരിയൽ ഞങ്ങൾക്ക് ഉണ്ട്, പക്ഷേ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ടൊന്നുമില്ല. അത് ഓൾറെഡി കയ്യിലിരിപ്പുണ്ട്. എന്നാലും ഞാനിത് ബുക്കായിട്ടുള്ളത് ഞാൻ റെഫർ ചെയ്തിട്ട് അത് നോക്കാമെന്ന് വിചാരിച്ചു. അത് PDF ആയിട്ട് എൻ്റെ ലാപ്ടോപ്പിൽ തന്നെ കിടപ്പുണ്ട്. അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇപ്പോഴേ വേണ്ട, എൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഉള്ളത് വെച്ച് തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. ബുക്ക് കയ്യിലുള്ളപ്പോൾ പിന്നെ ഡിജിറ്റലായിട്ട് നമ്മൾ എടുക്കുന്നത് കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ അധികം നോക്കുന്നില്ല. എങ്കിലും എക്സാമിൻ്റെ ടൈമിൽ വല്ല MCQs വല്ല ഞാൻ നോക്കത്തുള്ളൂ അതിനകത്ത്. കാരണം അതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്നോ കാര്യങ്ങളോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഞാൻ ഏതാ റെഫർ ചെയ്തതെന്നോ വല്ലോ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചോദിച്ചാൽ മാത്രം മതി, ജസ്റ്റ് റിമൈൻഡ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ സോഷ്യൽ സയൻസിൻ്റെ എല്ലാം എക്കണോമിക്സും ഹിസ്റ്ററിയും സിവിക്സും ജോഗ്രഫിയൊക്കെ എങ്ങനെ പഠിക്കുന്നതെന്നും കാര്യങ്ങളൊക്കെ ഏത് ടീച്ചേഴ്സിനെയാണ് റെഫർ ചെയ്യുന്നത്, അതോ സ്വന്തമായിട്ടാണോ പഠിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. സോഷ്യൽ സയൻസ് പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. എനിക്ക് 10th തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സോഷ്യലും ഇംഗ്ലീഷും AI ആണ്. കാരണം ബാക്കി ഒന്നും എനിക്ക് അത്രയ്ക്ക് താല്പര്യമുള്ളതല്ല. ഈവൻ മാത്സ് ഞാൻ കണ്ടിന്യൂസ് ഇപ്പോൾ ഒരു 2 ദിവസം അടുപ്പിച്ചിരുന്ന് മാത്സ് പഠിക്കുകയാണെങ്കിൽ എനിക്ക് മാത്സിനോട് ഇഷ്ടം തോന്നുന്നു. കാരണം പ്രാക്ടീസ് ചെയ്യുന്നതോടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ്. പക്ഷേ സയൻസ് ഒന്നും എനിക്കിഷ്ടമല്ല. സാൻസ്ക്രിറ്റും എനിക്കിഷ്ടമല്ല. സാൻസ്ക്രിറ്റ് എനിക്ക് എന്താണ് പഠിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവാറില്ല. കാണപ്പാഠം പഠിച്ചിട്ട് പോകുന്നു, എക്സാം എഴുതുന്നു, എക്സാം എഴുതി കഴിഞ്ഞാൽ അത് മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറും. എനിക്കെന്തറിയില്ല, ഞാൻ കാണപ്പാഠം പഠിച്ചിട്ട് പോകുന്ന സംഭവമൊന്നും പിന്നെ എനിക്ക് എക്സാം കഴിയുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ സോഷ്യൽ സയൻസിന് അങ്ങനെയല്ല. സോഷ്യൽ സയൻസൊക്കെ ഞാനെന്ന് വെച്ചാൽ ഒരു കഥയായിട്ട് പഠിക്കലൊക്കെ ആയിരിക്കും. അതെനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഇങ്ങനെ നിൽക്കും. മാത്രമല്ല പൊളിറ്റിക്സൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് പൊളിറ്റിക്സ്. സോഷ്യലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, പൊളിറ്റിക്സാണ്. ഞാൻ ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യുന്നത് പൊളിറ്റിക്സിലായിരിക്കും. ഏറ്റവും വീക്ക് ജോഗ്രഫിയാണ്. ഈവൻ ഹിസ്റ്ററിയിൽ പോലും എനിക്ക് നല്ല മാർക്കുണ്ട്, പക്ഷേ ജോഗ്രഫിയിൽ എനിക്ക് എൻ്റെ എക്സാമിൽ നോക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് ജോഗ്രഫിയിലായിരിക്കും എനിക്ക് എൻ്റെ മാർക്ക് പോകുന്നത്. ബാക്കി പൊളിറ്റിക്സിൽ എനിക്ക് നല്ലപോലെ മാർക്ക് കിട്ടാറുണ്ട്. എക്കണോമിക്സ് 9th വരെയുള്ള എക്കണോമിക്സ് നമുക്ക് എഴുതിയെടുക്കാം, കുഴപ്പമില്ല, അങ്ങോട്ട് പോട്ടെ. പക്ഷെ 10ലാവുമ്പോൾ നമുക്ക് എക്കണോമിക്സിൻ്റെ എന്താണ് എക്കണോമിക്സ് എന്ന് അത്യാവശ്യം മനസ്സിലാവുന്നത് 10ലാവുമ്പോഴാണ്. പക്ഷേ എനിക്കത് അത്ര വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് എക്കണോമിക്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, ഇത് പഠിച്ചാൽ തലയിൽ കയറാവുന്നേ ഉള്ളൂ. അല്ലാണ്ട് അത്രയ്ക്ക് വലിയ പാട് എന്നൊന്നുമില്ല. എക്കണോമിക്സ് നമ്മുടെ തലയിൽ കയറുന്നതാണ്. പക്ഷേ എനിക്ക് ജോഗ്രഫി എനിക്ക് പഠിക്കാനേ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ചില ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ 10th വാട്ടർ റിസോഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്, അതെനിക്കിഷ്ടം. അതിനകത്ത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് കിട്ടും, മനസ്സിലേക്ക് കയറുന്ന കാര്യങ്ങളാണ്. പക്ഷെ അല്ലാതെ മറ്റേ സോയിലിനെയൊക്കെ പറ്റി പഠിക്കുന്നതൊന്നും എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. അത് പഠിക്കുമ്പോഴേക്കും ബോറടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ പഠിക്കുന്നത്. ഈവൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എനിക്കിഷ്ടമാണ്. ആ പ്രിൻ്റ് കൾച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ടാണ് എക്സാമിനോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് തന്നെ വരികയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. എനിക്ക് ആ ചാപ്റ്ററൊക്കെ വലുതായിട്ട് കുഴപ്പമുണ്ടായില്ല. ഹിസ്റ്ററിയിൽ അത്രയും ടഫായിട്ടുള്ള ചാപ്റ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ചാപ്റ്റർ 1 ആണ്. ചാപ്റ്റർ 2 കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഹിസ്റ്ററിയോട് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. 9th ഹിസ്റ്ററി അടിപൊളിയാണ്. 9th ഹിസ്റ്ററി ബെസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അതിനകത്ത് ഓരോ കഥ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. എക്സാമിൻ്റെ ടൈമിലൊക്കെ എനിക്ക് ചെറിയ റിവിഷൻ മാത്രമേ ഹിസ്റ്ററിയിൽ വേണ്ടി വന്നുള്ളൂ. എനിക്ക് അടിപൊളി മാർക്ക് ഹിസ്റ്ററിയിൽ നല്ലപോലെ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് അവിടെ പോയിട്ടുണ്ടായിരുന്നത് ജോഗ്രഫി മാത്രമാണ്. എക്കണോമിക്സ് പിന്നെ ഒന്നും ഉണ്ടായില്ല 9th പഠിക്കാനായിട്ട്. എക്കണോമിക്സൊക്കെ ആൾക്കാർ മറന്ന പോലെ ആയിരുന്നു 9th. എൻ്റെ ഫ്രണ്ട്സ് ആരും ഒരു വലിയ സീരിയസ് എടുത്തിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോഴേക്കും നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എക്കണോമിക്സ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ വീഡിയോ അത്യാവശ്യം ലോങ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ലോങ് വീഡിയോ
ഇടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ. എനിക്ക് ലാഭം ലോങ് വീഡിയോ ഇടുന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ എടുത്ത് വരുമ്പോഴേക്കും ആവശ്യമില്ലാത്ത കുറേയൊക്കെ കട്ട് ചെയ്ത് കളയും. കാരണം ഞാൻ വീഡിയോ ഓഫാക്കി കഴിയുമ്പോഴാണ് മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതൊക്കെ. വീഡിയോ ഓൺ ആകുമ്പോൾ എനിക്ക് ആ ഒരു ഇതുണ്ട്. കാരണം വീഡിയോ റെക്കോർഡിംഗ് ആണല്ലോ, എന്നെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, മര്യാദയ്ക്ക് ഇരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാനുള്ള ഒന്നും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ കുറേ കട്ട് ചെയ്ത് കളയും. അങ്ങനെ വീഡിയോ ഷോർട്ടാവും. ഗ്രാജുവലി വീഡിയോ ഷോർട്ടാവും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കാണിക്കാൻ ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ലാഭം വീഡിയോ ലോങ് ആവുന്നതാണ്. പിന്നെ നിങ്ങൾക്കും വേണ്ടത് വീഡിയോ ലോങ് ആയിട്ടാണ്. ലോങ് വീഡിയോ അത്യാവശ്യം ഒരു 10 മിനിറ്റെങ്കിലും വീഡിയോ വേണമല്ലോ. എൻ്റെ കണ്ടൻറ്റ് നോക്കി നിങ്ങൾക്ക് ആകെ ഒറ്റ വീഡിയോ എങ്ങാണ്ടേ ഉള്ളൂ 10 മിനിറ്റിന് മേലിലുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ പോലും 9 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. 9 മിനിറ്റ് അടുത്തേ ഉള്ളൂ. അപ്പം എനിക്ക് ലോങ് വീഡിയോ ഇടണമെന്നൊക്കെ ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ പറ്റാറില്ല. ഞാനിപ്പോൾ MCQ ചെയ്തതിൻ്റെ സ്കോറാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 18ൽ 60 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2 എണ്ണം എന്തോ തെറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ ആദ്യമേ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നോക്കിയിട്ടല്ല ഞാൻ ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അതല്ലാണ്ട് റെഫർ ചെയ്തിട്ടാണ് ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ. അതും സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ ബുക്ക് തൊട്ടിട്ടില്ല. അല്ലാണ്ട് മാഡം തന്ന ബുക്കിനാണ് ഞാൻ ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യത്തെ പ്രീ ബോർഡിന് MCQയിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ MCQ ഇപ്പോൾ തിരഞ്ഞു പിടിച്ച് ചെയ്യുന്നത്. കാരണം MCQ നമുക്ക് എങ്ങനെ വരുമെന്നോ, ചിലപ്പോൾ എനിക്ക് എല്ലാ ഓപ്ഷൻസും സെയിം ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. 2 ഓപ്ഷൻസ് പക്ക സിമിലർ, എനിക്ക് വേണ്ട ആൻസർ ആ 2 ഓപ്ഷനിലും ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ MCQ പ്രാക്ടീസ് ചെയ്യണമെന്ന് എനിക്ക് സോഷ്യൽ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ക എനിക്ക് മനസ്സിലായത് ആ സോഷ്യൽ എക്സാം കഴിഞ്ഞപ്പോഴാണ് കറക്റ്റായിട്ട്. കാരണം MCQ ഞാൻ ഇത്രയും വീക്കാണെന്ന് എനിക്ക് മനസ്സിലായത് സോഷ്യൽ എക്സാം കഴിഞ്ഞപ്പോഴാണ്. കാരണം ബാക്കി എല്ലാത്തിൻ്റെ എനിക്ക് MCQ അത്യാവശ്യം എനിക്ക് സ്കോറിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. MCQ 20 മാർക്കിന് മേളിൽ വേണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ സോഷ്യൽ എക്സാം കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് മാറി. MCQ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയത്. കാരണം മാപ്പ് പോലും എനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാപ്പൊക്കെ അത്യാവശ്യം ഈസി ആയിരുന്നു. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മാപ്പൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. എല്ലാം അത്യാവശ്യം റീസെൻ്റ് സാധനമൊക്കെ ആയിരുന്നു. എനിക്ക് 5 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ഞാൻ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് അതായിരുന്നു. പിന്നെ മാപ്പ് ചെയ്തു. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ചെയ്തത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 3 മാർക്കിൻ്റെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ച് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 3 മാർക്കിൽ എത്രയോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 4 ക്വസ്റ്റ്യൻ കണ്ട് ഉണ്ടായിരുന്നു. അതിനകത്ത് 2 എണ്ണം എനിക്ക് ഓൾറെഡി അറിയാം. ബാക്കി 2 എണ്ണം എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. അതിനകത്ത് ഒരെണ്ണം ഞാൻ എന്തൊക്കെയോ ആലോചിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് ജോഗ്രഫി ആണെന്ന് തോന്നുന്നു. ജോഗ്രഫി 2 ക്വസ്റ്റ്യനും എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വിട്ടിട്ടുണ്ട് 3 മാർക്കിൻ്റെ. പിന്നെ MCQ ഞാൻ MCQ അല്ലെങ്കിലും ഫസ്റ്റ് ചെയ്യത്തില്ല, ഞാൻ അവസാനം ചെയ്യുള്ളൂ. ഈ പേപ്പർ ഞാൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് MCQ ഒന്ന് എടുത്ത് നോക്കിയപ്പോഴേക്കും എൻ്റെ കണ്ണ് തള്ളി. എന്താണ് ആ കൊടുത്തേക്കുന്നത് എനിക്കൊരു ഭയം മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് ഞാൻ വീണ്ടും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നു. അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ MCQ അവസാനം ചെയ്തത്. MCQ ഞാൻ ചെയ്ത സമയത്ത് മാഡം പറഞ്ഞു 30 മിനിറ്റ്സ് ഉണ്ട്, നിങ്ങൾ പേപ്പർ ടൈ ചെയ്തോ, വേണമെങ്കിൽ പേപ്പർ ടൈ ചെയ്യാനായിട്ട് ത്രെഡ് ഞങ്ങൾക്ക് തന്നു. ഞാനിരുന്ന് MCQ ചെയ്യാണ്. MCQ ഏകദേശം ഒരു 2-3 ഞാൻ കണ്ടുപിടിച്ചുള്ളൂ. 2-3 കംപ്ലീറ്റ് ചെയ്ത് മാഡം പറഞ്ഞു 15 മിനിറ്റ് പേപ്പർ നിങ്ങൾ ടൈ ചെയ്തോളാൻ. വിറച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഞങ്ങൾക്ക് കോപ്പി അടിക്കാനോ ഒന്നും പറ്റത്തില്ല. അല്ലെങ്കിലും എനിക്ക് കോപ്പി അടിക്കാൻ അത്യാവശ്യം പേടിയാണ്. കാരണം എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ടീച്ചർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്ന് കണ്ണ് ഇങ്ങനെ നേരെ, ഞാൻ പേപ്പറിലായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് എന്നിട്ട് നോക്കുകയാണെങ്കിൽ ടീച്ചർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ എങ്ങോട്ടും നോക്കാൻ പറ്റില്ല, പേപ്പറിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ. അപ്പോൾ എനിക്കാണെങ്കിൽ MCQ ഒന്നും കിട്ടില്ല. ലാസ്റ്റ് കറക്കി കുത്താന്നൊക്കെ വിചാരിച്ച് കുറേ ഇരുന്ന് വായിച്ച് വീണ്ടും വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ. ഞാനാണെങ്കിൽ ഫുള്ള് 1, 2, 3 എന്നൊക്കെ ഫുള്ള് 20 വരെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് എഴുതിയാൽ മാത്രം മതി, ആൻസർ പിക്ക് ചെയ്ത് എഴുതിയാൽ മതി. അറിയാവുന്നതൊക്കെ ആദ്യമേ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് 5 മിനിറ്റിന് മുമ്പ് ഞാൻ എഴുതി തീർത്തു. എന്നിട്ട് 5 മിനിറ്റ് ഞാൻ വെറുതെ ഇരുന്നു. കാരണം ഓൾറെഡി ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഞാൻ ഓൾറെഡി റീചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയായിരുന്നു എൻ്റെ ആ ഒരു സോഷ്യൽ എക്സാമിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.